കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു മാറ്റം കാണുന്നുണ്ടെങ്കിൽ അണ്ഡം കൃത്യമായിട്ട് പുറത്തേക്ക് വന്നാലും നിങ്ങൾക്ക് പ്രഗ്നൻസി കിട്ടാനായിട്ട് അത് കാരണമാകില്ല, അത് സാധിക്കില്ല ഈ ഒരു മാറ്റം കൊണ്ട്. അതെന്ത് മാറ്റമാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓവുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു അണ്ഡാശയത്തിൽ നിന്ന് മൂപ്പെത്തിയിട്ടുള്ള അണ്ഡം പുറത്തേക്ക് വരുന്ന ദിവസമാണ്. ഓവുലേഷൻ നടക്കുന്ന സമയത്ത് പലർക്കും പല തരത്തിലുള്ള മാറ്റങ്ങൾ ശരീരത്തിൽ കാണാറുണ്ട്. ചിലർക്ക് ബ്രസ്റ്റിൽ വേദനയുണ്ടാകും, ചിലർക്ക് അടിവയറിൻ്റെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ വേദനയുണ്ടാകും, ചിലർക്ക് സെക്സ് ഡ്രൈവ് ഭയങ്കര കൂടുതലായിരിക്കും, ചിലർക്ക് സെർവിക്കൽ മ്യൂക്കസ് ഉണ്ടാകും, അതായത് ഒരു വജൈനൽ ഡിസ്ചാർജ് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പച്ചമുട്ടയുടെ വെള്ള പോലുള്ള വജൈനൽ ഡിസ്ചാർജ്. എന്നാൽ നോർമലി പല ആളുകളും ഇപ്പോൾ കമൻസിൽ പറയാറുണ്ട് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് വജൈനൽ ഡിസ്ചാർജ് കാണുന്നുണ്ട്, പക്ഷെ അത് ഭയങ്കര ഡ്രൈ ആണ്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രഗ്നൻസി കിട്ടില്ലേ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വജൈനൽ ഡിസ്ചാർജ് അത് ഹോസ്റ്റൈൽ വജൈനൽ ഡിസ്ചാർജ് ആണെങ്കിൽ, അതായത് നമ്മൾ പ്രഗ്നൻ്റ് ആകുന്നതിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന വജൈനൽ ഡിസ്ചാർജ് ആണെങ്കിൽ അതിൽ പ്രഗ്നൻസി കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ഈ ഹോസ്റ്റൈൽ സെർവിക്കൽ മ്യൂക്കസ് നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് നോക്കാം. ഓവുലേഷൻ നടക്കുന്ന സമയങ്ങളിൽ, അതായത് നിങ്ങളുടെ ഫെർട്ടൈൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് എപ്പോഴാണോ നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്നത് അതിനേക്കാൾ ഒരു 3-4 ദിവസം മുൻപ് മുതൽ നിങ്ങളുടെ ഫെർട്ടൈൽ ടൈം പീരീഡ് തുടങ്ങും. അതായത് ഹെൽത്തി ആയിട്ടുള്ള ഒരു പുരുഷന്റെ സ്പേം സ്ത്രീ ശരീരത്തിൽ 5 ദിവസം വരെ നിലനിൽക്കുമ്പോഴേക്കും ഈ 5 ദിവസത്തിന് മുൻപ് മുതൽ, അതായത് ഓവുലേഷൻ നടക്കുന്നതിന് ഒരു 4 ദിവസത്തിന് മുൻപ് മുതൽ നമ്മൾ ട്രൈ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് ചാൻസ് ഉണ്ട്. അതാണ് ഈ ഫെർട്ടൈൽ ടൈം പീരീഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഫെർട്ടൈൽ ടൈം പീരീഡിൽ ഏത് സമയത്ത് വേണമെങ്കിലും നമ്മളുടെ ശരീരത്തിൽ അണ്ഡം പുറത്തേക്ക് വരാനായിട്ടും ചാൻസ് ഉണ്ട്. നമ്മുടെ കൃത്യം സൈക്കിൾ ലെങ്ത് ഇന്നതാണെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ആ ദിവസം വെച്ചിട്ട് നമ്മൾ ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിച്ചാലും ചിലപ്പോൾ അതിനേക്കാളും 2-3 ദിവസം മുൻപൊക്കെ നമ്മൾ പ്രഗ്നൻ്റ് ആകാനായിട്ട്, അതായത് ഓവുലേഷൻ നടക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ആ ദിവസവും നമുക്ക് ഫെർട്ടൈൽ ടൈം പീരീഡ് ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഈ ഫെർട്ടൈൽ ടൈം പീരീഡിൽ, അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ അമ്മയാകാനായിട്ട് ചാൻസ് ഉള്ള ഈ 4 ദിവസങ്ങളിലും 5 ദിവസങ്ങളിലും ഒക്കെ നിങ്ങളിലുണ്ടാകുന്നത് ഡ്രൈയും സ്റ്റിക്കിയും തിക്കിയുമായിട്ടുള്ള വജൈനൽ ഡിസ്ചാർജ് ആണെങ്കിൽ അതിനർത്ഥം അത് ഹോസ്റ്റൈൽ വജൈനൽ ഡിസ്ചാർജ് ആണെന്നാണ്. ഡ്രൈ ആയിട്ടുള്ള വജൈനൽ ഡിസ്ചാർജിന് സെമനെ അകത്തേക്ക് കടത്തിവിടാനായിട്ട് സാധിക്കില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ശരീരത്തിനകത്തേക്ക്, സെർവിക്സിനകത്തേക്ക് എത്താനായിട്ട് ഇതിനെ പറ്റാതെ വരുന്നു. അതുമാത്രമല്ല, ഇങ്ങനെയുള്ള വജൈനൽ ഡിസ്ചാർജ് നമ്മളുടെ ശരീരത്തിലെ ഒരു pH ബാലൻസിനെ അഫക്റ്റ് ചെയ്യുന്നതിനും കാരണമാകുന്നു. pH ബാലൻസിന് ഡിസ്റ്റർബൻസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ സെമനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഓവുലേഷൻ നടക്കുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വജൈനൽ ഡിസ്ചാർജ് ആണ് വരുന്നത് എന്നതിനെ പറ്റിയിട്ട്. ഐഡിയൽ ആയിട്ടുള്ള വജൈനൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് പച്ചമുട്ടയുടെ വെള്ള പോലുള്ള ഒരു ടെക്സ്ചറിൽ ഉണ്ടാകുന്ന വജൈനൽ ഡിസ്ചാർജ് ആണ്. അതായത് നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നമ്മൾ അരിയില്ലേ, അപ്പോൾ നമുക്കൊരു ഞോളപ്പ്, ഒരു വഴുവഴുപ്പ് ഫീൽ ചെയ്യില്ലേ, അങ്ങനെയുള്ള വജൈനൽ ഡിസ്ചാർജ് ആണ് നമുക്ക് ഓവുലേഷൻ നടക്കുന്ന സമയങ്ങളിൽ വേണ്ടത്. എന്നാൽ അങ്ങനെയല്ലാതെ നമ്മൾ 2 കൈകളിൽ എടുക്കുമ്പോഴേക്കും ഒരു വിരലിൽ തന്നെ ഒട്ടിപ്പിടിക്കുന്ന തരത്തിലുള്ളതും ഭയങ്കര കട്ടിയായിട്ടുള്ളതുമായിട്ടുള്ള ഡിസ്ചാർജ് നിങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പ്രഗ്നൻസി ഉണ്ടാകുന്നതിനെ അഫക്റ്റ് ചെയ്യും. ഇങ്ങനെയുള്ള ഡിസ്ചാർജ് ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിൽ ഉണ്ടാകുന്ന ഈസ്റ്റും മറ്റുള്ള ബാക്ടീരിയലുമായിട്ടുള്ള ഇൻഫെക്ഷൻസ്. ഈ ഇൻഫെക്ഷൻ ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ pH ബാലൻസിനെ അഫക്റ്റ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ നിങ്ങളിൽ അസിഡിക് ആയിട്ടുള്ള മ്യൂക്കസ് പ്രൊഡ്യൂസ് ആകാനായിട്ട് തുടങ്ങും. അസിഡിക് ആയിട്ടുള്ള മ്യൂക്കസിന് ആൽക്കലൈൻ ആയിട്ടുള്ള സെമനെ അകത്തേക്ക് കടത്തിവിടാനായിട്ട് സാധിക്കില്ല, അവർ സമ്മതിക്കില്ല അകത്തേക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ വരുമ്പോഴേക്കും ഇത് വജൈനയിൽ വെച്ചിട്ടോ സെർവിക്സിൽ വെച്ചിട്ടോ കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകുന്നതിന് കാരണമാകുന്നു. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മളിലുണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസസ്. PCOD ഉള്ളവർക്കോ തൈറോയിഡ് ഉള്ളവർക്കോ ഒക്കെ ഇങ്ങനെ വജൈനൽ ഡിസ്ചാർജ് സ്റ്റിക്കായിട്ടുള്ളത് ഉണ്ടാവാനായിട്ട് ചാൻസസ് കൂടുതലാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ PCOD ഉള്ളവരൊക്കെ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മറ്റുള്ള എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസസ് നിങ്ങളിൽ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും നിങ്ങളുടെ ഡിസ്ചാർജ് ശ്രദ്ധിക്കണം കേട്ടോ. മൂന്നാമതായിട്ട് വരുന്നത് ഏജ് ഫാക്ടർ ആയിട്ടുള്ള ആളുകൾക്കാണ്. അതായത് നമ്മുടെ 20s-ലും 30s-ലും ഒക്കെ നമുക്ക് വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാക്കാനും നമ്മൾ ഫെർട്ടൈലായിട്ട് ഇരിക്കാനായിട്ടും ഒക്കെ ഏറ്റവും കൂടുതൽ ചാൻസസ് ഉള്ള ടൈം പീരീഡ് ആണ്. ഏജ് കൂടി പോകുന്തോറും നമ്മൾ 35-ൽ എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു 40യോട് അടുക്കുമ്പോൾ ആ സമയത്തൊക്കെ നമ്മുടെ വജൈനൽ ഡിസ്ചാർജിന് അതിനനുസരിച്ചിട്ട് വ്യത്യാസമുണ്ടാകും. അപ്പോൾ ഏജും ഒരു ഫാക്ടറാണ്. അടുത്തൊരു റീസൺ ആണ് അണ്ടർ വെയ്റ്റ് ആവുക അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് ആവുക.
നമ്മുടെ ശരീരത്തിൽ വെയിറ്റ് കൂടുന്നതിനനുസരിച്ചിട്ടും വെയിറ്റ് കുറയുന്നതിനനുസരിച്ചും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അണ്ടർ വെയിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ബോഡിക്ക് കൃത്യമായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുന്ന അത്രയേക്കാളും വെയിറ്റ് നമുക്ക് താഴെ പോകുന്നു. ഓവർ വെയിറ്റ് ആകുമ്പോഴേക്കും നമ്മളുടെ ശരീരത്തിൽ ഫാറ്റ് ടിഷ്യൂസ് കൂടുതലായിട്ട് അടിഞ്ഞുകൂടുന്നു. ഇങ്ങനെ വരുന്നത് നിങ്ങൾക്ക് PCODയും ഒബിസിറ്റിയും ഒക്കെ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ഫാറ്റ് ടിഷ്യൂസ് നമ്മുടെ തൈസിന്റെ ഭാഗത്തും നമ്മുടെ ആ ഒരു ലോവർ അബ്ഡമന്റെ ഭാഗത്തും ഒക്കെ അടിഞ്ഞുകൂടുന്നത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിന്റെ പ്രവർത്തനങ്ങളെയൊക്കെ സാരമായിട്ട് ബാധിക്കുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഹോസ്റ്റൈൽ സെർവിക്കൽ മ്യൂക്കസ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി ഓവുലേഷൻ നടക്കുന്ന സമയങ്ങളിൽ ഇങ്ങനെയുള്ള ഡിസ്ചാർജ് നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒപ്പം ചൊറിച്ചിലോ മറ്റുള്ള അസ്വസ്ഥതകളോ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഡോക്ടറെ പോയി കാണണം. കൃത്യമായിട്ട് മെഡിസിൻസ് നിങ്ങൾ അതിന് എടുക്കുകയാണെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റിലൂടെ നിങ്ങൾക്ക് അതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഒപ്പം ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഹെൽത്തി ആയിട്ടുള്ള സെർവിക്കൽ മ്യൂക്കസിൽ 90% അടങ്ങിയിട്ടുള്ളത് വാട്ടറാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം വെള്ളം കുടിക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് 1 ലിറ്റർ വെള്ളമേ കുടിക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കുടിക്കാൻ നല്ലാട്ടോ ഉദ്ദേശിച്ചത്. മാക്സിമം ഒരു 2 ലിറ്റർ 2.5 ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ ഒരു ദിവസം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വാട്ടറി കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. ക്യുക്കുംബർ ആണെങ്കിലും മാതള നാരങ്ങയാണെങ്കിലും വാട്ടർമെലൺ ആണെങ്കിലും നിങ്ങൾ കഴിക്കുന്നത് നിങ്ങളുടെ ഫെർട്ടിലിറ്റിയെ ഇൻക്രീസ് ചെയ്യുന്നതിനും സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ ശരീരത്തിൽ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കുന്നു. സാധാരണയായിട്ട് ഇങ്ങനെയുള്ള സെർവിക്കൽ മ്യൂക്കസ് ഉണ്ടാകാതെ വരുമ്പോഴേക്കും ഡോക്ടേഴ്സ് കൊടുക്കുന്ന മെഡിസിനാണ് കോൺസീവൽ എന്ന് പറയുന്ന ഒരു മെഡിസിൻ. ഡയറക്റ്റ് ആയിട്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നമുക്ക് മേടിച്ച് കഴിക്കാൻ അനുവാദമില്ലാത്തൊരു മെഡിസിനാണിത്. സാധാരണ ഡോക്ടേഴ്സ് ഇത് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഇതെടുത്തിട്ട് പ്രഗ്നന്റ് ആകുന്നവരുണ്ട്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും സെർവിക്കൽ മ്യൂക്കസിന്റെ റിലവൻസ് എത്രത്തോളം ഫെർട്ടിലിറ്റിയിൽ ഉണ്ടെന്നുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കണ്ടിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കാം. ഹോസ്റ്റൈൽ സെർവിക്കൽ മ്യൂക്കസ് ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടാവുന്നത് ഫെർട്ടൈൽ ടൈം പീരീഡിലാണ്. അതല്ലാത്ത സമയങ്ങളിൽ, അതായത് പീരീഡ്സ് ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലും അടുത്ത പീരീഡ്സ് അടുക്കുന്ന സമയങ്ങളിലും നിങ്ങൾക്ക് ഈ ഒരു ഡിസ്ചാർജ് കാണുന്നുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും നിങ്ങൾ ഹോസ്റ്റൈൽ സെർവിക്കൽ മ്യൂക്കസ് ആയിട്ട് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നോർമലായിട്ട് വജൈനയിൽ ഉണ്ടാകുന്ന ഒരു ക്ലീനിങ് പ്രോസസ്സ് കൊണ്ട് സ്റ്റിക്കി ആയിട്ടുള്ള വജൈനൽ ഡിസ്ചാർജ് നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഫെർട്ടൈൽ ടൈം പീരീഡിൽ, അതായത് ഓവുലേഷൻ അടുക്കുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്ചാർജ് ഉണ്ടോ എന്നാണ് കേട്ടോ. അതിനുശേഷമോ അതിന് മുൻപോ നിങ്ങൾക്ക് ഇങ്ങനൊരു ഡിസ്ചാർജ് വരുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഒപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഡിസ്ചാർജിനോടൊപ്പം ചൊറിച്ചിലോ മറ്റ് അസ്വസ്ഥതകളോ കളർ ചേഞ്ചോ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടോ എന്നും കൂടി നിങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയിക്കാണോ എന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ ആ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.